തരുമോ? തരാലോ. ആരോമലെന്റെ പൊന്നാങ്ങളെ. അപ്പൊ ഞാൻ ആരാണെന്ന് കളിച്ച ഹാർട്ട് തരുന്നുണ്ട്. ടീച്ചറെ ഞാൻ ആരാണ്? അതിനുത്തരം പറഞ്ഞിട്ട് പോയാ മതി. റോസ്നി, ഞാൻ ചോദിച്ച ഉത്തരം പറയാൻ ടീച്ചർക്ക് ഉണ്ടല്ലോ. ഉണ്ട്. അതെന്തായാലും പറയണം. ചേച്ചി ഞാൻ പോയി എന്ന് പറയുന്നത്. ഓക്കെ, വന്നാലും സന്തോഷം. ജാസ്മിൻ എനിക്കും ബ്ലൂ എന്ന് പറയുന്നത്. ഓക്കെ തരാം. നമ്മള് ജാസ്മി കുട്ടിക്ക് ബ്ലൂ കൊടുത്തേക്ക്. ജാസ്മി പാവ സങ്കടം കരഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് എനിക്കും ബ്ലൂ എന്ന്. ഏത്രി ചിരിക്കുന്നുണ്ട്. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓർഡിനറി പോയോ? ഇല്ല, ഓർഡിനറി നേരത്തെ പോയി. അവൻ നേരത്തെ. ഇതാരും വന്നിരിക്കുന്ന ഫ്ലവേഴ്സ് ലവ്. ഹായ് റോഷ്നി എന്ന് പറയുന്നുണ്ട്. ഹായ് ഫ്ലവേഴ്സ് ലൈവിലേക്ക് സ്വാഗതം കേട്ടോ. ആരോമൽ ഫെറോസ് എന്ന് പറയുന്നുണ്ട്. ഫ്ലവേഴ്സ് ലവ് ലൈക്ക് എന്ന് പറയുന്നുണ്ട്. എല്ലാരും ലൈക്ക് അടിച്ചിട്ട് പെട്ടെന്ന് റോഷ്നിക്ക് 50 ലൈക്ക് ആക്കി കൊടുക്കണം. ലൈക്ക് അടിക്കാൻ മറന്ന ആള് എല്ലാം അടിച്ചേക്ക്. എല്ലാരും ഓടി ഓടി വന്നിട്ട് ലൈക്ക് അടിക്കുക. ആൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് ലൈൻ അടിക്കാൻ മറന്നാലും ലൈക്ക് അടിക്കാൻ മറക്കരുത്. ആൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ അല്ലേ ഉസ്മാനിക്ക എന്ന് പറഞ്ഞ് ഓടുന്നുണ്ട്. ആണോ ജാസ്മിൻ? അതറിയോ ടീച്ചറെ? തമാശ. ടീച്ചർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ തമാശ പറയുന്നില്ല ഞാൻ. ആരോമിലെ കൂട്ട് കൊടുത്തോളൂ കേട്ടോ. എല്ലാവർക്കും വേണ്ടുന്നവർക്കൊക്കെ കൂട്ട് കൊടുത്തോളൂ. ഞാൻ അത്രയും പറഞ്ഞതുകൊണ്ടല്ലേ ടീച്ചർ ഇത്രയും കമന്റ്സ് ഇട്ടത്. ഇല്ലെങ്കിൽ ഇടുമായിരുന്നോ? അതേ ജാസ്മിൻ എന്ന് പറയുന്നത്. എത്ര ജാസ്മിൻ അല്ലേ ചോദിച്ചിരിക്കുന്നത്. ജാസ്മിനും ചിരിക്കാൻ തുടങ്ങി. ജാസ്മിനെ എന്നെ പഞ്ചാരടിക്കാൻ പറ്റില്ലേ? ഞാനല്ല ഇട്ടത്. പത്ത് പേരുണ്ട്. ലൈക്ക് അടിച്ച് കയറി വാ പെട്ടെന്ന്. ലൈക്ക് 50 ആവട്ടെ. 41 മിനിമം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ജാസ്മിൻ മറ്റ് വിദേശത്തിൽ കല്യാണം കഴിക്കുന്നത് സഹോദരികളാവുന്നത്. ടീച്ചറെ അല്ലേ ജാസ്മിന് പറഞ്ഞത്? ഏത്രിയർ ഞാനല്ല ഇട്ടത്. അതിന് നമ്മളെ ടീച്ചറെ നമ്മളെ ഇന്ത്യയില് മാത്രം അങ്ങനത്തെ നിയമമില്ലാത്ത. നേപ്പാളിലെല്ലാം എങ്ങനെയാണെന്നറിയോ? രണ്ടാമത് കല്യാണം കഴിച്ചില്ല കേസാണ്. അവിടെ പെണ്ണുങ്ങൾ കൂടുതലാണ്. നേപ്പാള്, ശ്രീലങ്ക, പിന്നെ ഇന്തോനേഷ്യ, ഇവിടെ എല്ലാം 2 കല്യാണം കഴിക്കണോ? ഞാൻ വിചാരിച്ചോണ്ടായിരുന്നു അവിടെയല്ലേ ജനിക്കാനുണ്ടായ ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഉസ്മാനിക്ക അല്ലാണ്ട് എന്നെ എനിക്ക് ഇഷ്ടം പോലെ പഞ്ചാരകൾ ഉണ്ട്. ആണോ? നന്നായി. പഞ്ചാര ഓവർ അടിക്കണ്ട. ഷുഗർ കയറിപ്പോ ജാസ്മിനെ. അവസാനം ടാബ്ലറ്റ് കഴിക്കേണ്ടി വരും. പഞ്ചാര കുറച്ച് കുറക്കുന്നത് നല്ലതാണ്. ഉസ്മാനിക്കൊക്കെ മനസ്സിൽ ലഡു പൊട്ടിന്ന്. ലഡു പൊട്ടൊന്നുമില്ല. നമ്മള് അങ്ങനെ ലഡു പൊട്ടുന്ന ആളൊന്നുമല്ല. അങ്ങനെ കെട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഫിലിപ്പിന് പെണ്ണിന് കെട്ടാൻ കഴിയുന്നില്ലേ? നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. വെളുത്ത വിഷമാണ് പഞ്ചാര എന്ന് പറയുന്നത്. അതെ അതെ, അത് ശരിയാണ്. വെളുത്ത വിഷാണ്. അത് മിനിയമ്മ പറഞ്ഞ ശരിയാണ്. അടുക്കളയിലുള്ള 3 സാധനം വിഷാണ്. അത് 3 സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവസാനം രോഗത്തിന്റെ അടിമായി മാറും. മുളകും വറ്റൽ മുളകും വിഷാണ്. വറ്റൽ മുളക് ഉണക്കുന്ന കണ്ടു കഴിഞ്ഞാലില്ലേ ആരെങ്കിലും തിന്നോ? വറ്റൽ മുളക് എത്ര കുറക്കുന്ന അത്ര നല്ലതാണ്.
ആരോമല